ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ വേളിമല ശ്രീ കുമാരസ്വാമി ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇവിടെയാണ് അപ്പോൾ പുതിയ വീഡിയോ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് പടിഞ്ഞാറേ നടയിലെ കാഴ്ചകൾ. നമ്മളിപ്പോൾ നിൽക്കുന്നത് പടിഞ്ഞാറേ നടയിലാണ്. അപ്പോൾ ഈ പടിഞ്ഞാറേ നടയിൽ കൂടെയാണ് ഇപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് കയറാം. ഈ പടിഞ്ഞാറ് നടയിൽ സ്റ്റെപ്പുകളുടെ എണ്ണം കുറവാണ്. നമുക്ക് കിഴക്കേ നടയിൽ 40 സ്റ്റെപ്പുകൾ കയറാനുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ വഴി കൂടിയൊക്കെ ഇറങ്ങി നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് തോന്നുന്നു. അപ്പുറം വഴി കറങ്ങി വരാമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിപ്പോൾ അമ്പലത്തിനകത്തേക്ക് കയറാം. ഇവിടെ നമുക്ക് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയൊന്നും പ്രൊഹിബിറ്റഡ് അല്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഫോട്ടോയും വീഡിയോ എടുക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ളൊരു ബോർഡ് അവിടെ കാണാം. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഇപ്പോൾ ക്ഷേത്രത്തിനകത്ത് വീഡിയോയും ഫോട്ടോയും എടുക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഓർഡർ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിയത് ഇവിടെ പാറകളും മറ്റുമൊക്കെയുള്ള നല്ലൊരു സ്ഥലം. ഇപ്പോൾ ഇത് വേളിമലയുടെ അടിഭാഗമാണ്. അപ്പോൾ അതനുസരിച്ച് പാറകളും ഉണ്ട്. മല നമുക്ക് ഇവിടെ കാണാം. ചെറിയൊരു മലയും അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് നോക്കാം, തന്നെ കാണാം. ഇവിടെ മണ്ഡപം പോലെ മറ്റു സ്ഥലങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് പാറകൾ നമുക്ക് കാണാൻ പറ്റും. നിറച്ചും എല്ലാം പാറയുടെ മേളിൽ തന്നെയാണ് ക്ഷേത്രം ഇതും വന്നത്. ഇത് കാണുമ്പോൾ തന്നെ ക്ഷേത്രം മറ്റേ കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ കരിങ്കല്ല് കൃത്യമായ ഷേപ്പിൽ വെട്ടിയെടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് കുമാരൻകോവിലിൻ്റെ കിഴക്ക് നടയിൽ നിന്നുള്ള പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച. നിറച്ചും മലനിരകളും മറ്റും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നല്ല കാറ്റും എല്ലാം നമുക്ക് കാണാം. ഈ വോയിസ് ക്ലിയർ ആകുന്നുണ്ടോ എന്ന് എനിക്കില്ല. നമുക്ക് മൈക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊന്നും ഇല്ലാണ്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഉത്സവത്തിൻ്റെ മറ്റൊക്കെ സൗണ്ടും ഈ ഉത്സവത്തിൻ്റെ സൗണ്ടും കാരണം കേൾക്കുമോയെന്നറിയില്ല. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അകത്ത് കയറി തൊഴുതു. ശരിക്കും 6 അടി ഉയരമുള്ള 6 അടിയിൽ മേല് ഉയരമുള്ളൊരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. അത്രയ്ക്ക് വലിയൊരു പ്രതിഷ്ഠയാണ് ഉള്ളത്. നമ്മുടെ മുരുകനും പിന്നെ വള്ളിയമ്മയും ഒരുമിച്ചൊരു ശ്രീകോവിലുള്ളതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇപ്പുറത്ത് കിഴക്കേ നടയിൽ 40ഓളം പടികൾ കയറണമെന്ന്. ഞാൻ 40 പടികൾ ഇറങ്ങാനുള്ള ഇതാണിപ്പോൾ ആ കാണുന്ന 40 പടികൾ. ഞാൻ നേരത്തെ പറഞ്ഞ 40 പടികളെന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്കിനി ഇത് ഇറങ്ങാം. ഇങ്ങനെ 40 പടികൾ ഇറങ്ങി താഴത്ത് വന്നിരിക്കുകയാണ്. താഴത്തുനിന്ന് മുകളിലേക്കുള്ള വ്യൂ ആണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. നമുക്ക് അവിടെ എഴുതിയേക്കുന്ന കാണാം വേളിമല ശ്രീ കുമാരസ്വാമി ക്ഷേത്രം എന്ന് മലയാളത്തിൽ എഴുതിയേക്കുന്നതാണ്. അപ്പോൾ ഈ മലയാളികളും കൂടുതലായിട്ട് വരുന്നൊരു ക്ഷേത്രമാണ് ഈ വേളിമല എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ നമുക്ക് ഇവിടുത്തെ ക്ഷേത്രക്കുളത്തിലേക്ക് പോകാനും പറ്റും എന്നറിയുന്നത്. നമുക്ക് കുളത്തിലേക്ക് വന്ന് പോയിട്ട് വരാം. നമുക്ക് താഴത്ത് നിന്ന് മലനിരകളുടെ ഒരു മനോഹരമായ വ്യൂ ആണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് നടന്നു വന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഈ മലനിരകളുടെ മനോഹരമായൊരു വ്യൂ കാണാൻ പറ്റിയത്. സൂപ്പർ ഒരു വ്യൂ തന്നെയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ഇവിടെയായിരുന്നു നമ്മുടെ അമ്പലം. അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നടന്ന് കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഈ മല ഇങ്ങോട്ട് ഇതാക്കുന്നത്. മലയുടെ മോൾഭാഗമൊന്നും കാണാൻ പറ്റുന്നില്ല. അതൊക്കെ കോട വന്ന് മൂടിക്കിടക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. നമുക്ക് നോക്കുമ്പോൾ കാണാം. നമ്മൾ അമ്പലക്കുളം നോക്കി നടക്കുകയാണ്. അമ്പലക്കുളം ഞാൻ ഓർത്തിരുന്നത് നേരെ ഓപ്പോസിറ്റുള്ള വഴിയായിരുന്നെന്നാണ്. പക്ഷെ പിന്നെയാണ് ഇപ്പുറത്തേക്ക് മാറി റൈറ്റ് സൈഡിലേക്ക് പോരുമ്പോഴാണ് അമ്പലക്കുളം ഉള്ളതെന്ന് അറിയാൻ കഴിഞ്ഞത്.
നമ്മൾ അമ്പലക്കുളത്തിൽ അങ്ങോട്ട് വരുമ്പോൾ തന്നെ സർപ്പങ്ങളുടെ രൂപങ്ങളും മറ്റുമൊക്കെ, സർപ്പങ്ങളുടെ നാഗങ്ങളുടെയൊക്കെ രൂപങ്ങൾ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഏതാ സർപ്പമാണോ നാഗമാണോ എന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ രണ്ടും പറഞ്ഞത്. ഇവിടെ ഉള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ കുളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ആദ്യം നമുക്കൊരു ഗണപതിയുടെ അമ്പലം കാണും, ഗണപതി ക്ഷേത്രം കാണാൻ പറ്റും. അവിടെ നിന്നാണ് ഈ ഒരു കുളത്തിലേക്ക് ഇറങ്ങിയ രീതിയിലാണ് ഈ ഗണപതി ക്ഷേത്രം ഉള്ളത്. നമുക്ക് നോക്കാം. നമുക്ക് നോക്കിയപ്പോൾ തന്നെ കാണാൻ പറ്റും. ഇങ്ങനെയാണ് കുളം വരുന്നത്. നമ്മൾ പറയാറുള്ളൊരു ഷേപ്പിലാണ് കുളം ഇരിക്കുന്നത്. 3 സൈഡിലാണ് വെള്ളമുള്ളത്. ഇവിടുത്തെ സൈഡ് കെട്ടി വെച്ചേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വേനലായതിൻ്റെ ഒരു കുറവ് കൊണ്ടാണ് നമുക്ക് ഈ ഒരു രീതിയിൽ വെള്ളം ഇല്ലാതെ കാണാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ അല്ലായിരുന്നെങ്കിൽ നിറച്ചും വെള്ളത്തോടു കൂടി മാത്രം കാണേണ്ടിയിരുന്നൊരു ക്ഷേത്രക്കുളമാണ് ഇപ്പോൾ ഈ വെള്ളം ഒട്ടുമില്ലാതെ കാണുന്നത്. നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മലകളുടെ ഒരു വ്യൂ കൃത്യമായിട്ട് കാണാൻ പറ്റും. അവിടെ ആരോ ഡ്രോണ് വെച്ച് ഷൂട്ട് എന്തോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ഇങ്ങോട്ട് പോരാം. അവിടെയൊക്കെ നോക്കിയാൽ തന്നെ അറിയാം, നിറയെ മലകളും എല്ലാം കൂടി ഒരു, ശരിക്കും പറഞ്ഞാൽ മണ്ടക്കാടിനടുത്ത് ഇങ്ങനെ മലകളോടുകൂടിയുള്ള സ്ഥലം. മണ്ടക്കാടെന്ന് പറയുമ്പോൾ നമുക്കറിയാം, എനിക്കറിയാമെന്നറിയില്ല, അവിടെ ബീച്ചാണ്, അവിടെ സമുദ്രമാണ്, കടലാണുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു മല. ശരിക്കും പറഞ്ഞാൽ മണ്ടക്കാട്ടിൽ നിന്നൊരു അരമണിക്കൂർ മാത്രം അകലെയാണ് ഈ കുമരംകോയിലുള്ളത്. അവിടെയാണ് ഇത്രയും മനോഹരമായിട്ട് വെള്ളമൊഴുക്കും എല്ലാം ഉള്ളൊരു മലയും അമ്പലവും ഒക്കെ നമുക്ക് കാണും. ഇതൊരു അടുത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിറച്ചും മലനിരകളാണ് നമുക്കുള്ളത്. നമ്മുടെ കേരളത്തിലൊക്കെ ഈ മലനിരകളും ബീച്ചും ഒക്കെ അടുത്ത് വരുന്നത് വളരെ അപൂർവം സ്ഥലങ്ങളാണ്. അങ്ങനെ ഒരു സ്ഥലങ്ങളില്ലെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷെ ഇവിടെ തമിഴ്നാട് നമുക്ക് കുറേ കാര്യങ്ങൾ പ്രകൃതി കുറേ കാര്യങ്ങൾ കാണിച്ചു തരുന്നൊരു സ്ഥലവും കൂടിയാണ് ഈ തമിഴ്നാട്. നമുക്ക് പ്രകൃതി ആസ്വദിക്കാൻ പറ്റുന്നൊരു സ്ഥലവും കൂടിയാണ് നമുക്ക് തമിഴ്നാട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞ് നമുക്കൊന്ന് തിരിച്ചു പോകാം. അത് നോക്കാം. ഇപ്പോൾ വെള്ളമില്ലാഞ്ഞിട്ടാണ്, ഇല്ലായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇത് കെട്ടിയേക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വെള്ള സ്ഥലമാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ വേനലായതുകൊണ്ടാണ് വെള്ളം ഇല്ലാത്തതെന്നാണ് അറിയാൻ സാധിച്ചത്. അല്ലെങ്കിൽ നല്ല രീതിയിൽ വെള്ളം ഉണ്ടാകേണ്ടതാണ്. കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളും പ്രതിമകളൊക്കെ നമുക്ക് ഇവിടെ കാണാം. അതേപോലെയാണ് നമുക്ക് നെറ്റിപ്പട്ടങ്ങളും അതേപോലെയുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. ദൈവങ്ങളുടെ ഫോട്ടോയും അതേപോലെയുള്ള മാലകളും ഒക്കെ നമുക്കിവിടെ കാണാം. നമുക്കിവിടെ ഒരു കടയിൽ നോക്കാം. മുരുകൻ്റെയും അതേപോലെയുള്ള ദൈവങ്ങളുടെയൊക്കെ ചെറിയ ചെറിയ പ്രതിമകളും എല്ലാം ഉള്ളൊരു കടയാണിത്. വലിയ മുരുകൻ്റെ എല്ലാം മയിൽപ്പീലി കാണാം. അതേപോലെ തന്നെ ബുക്കുകളും തമിഴിലെ ദൈവങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ബുക്കുകളും മയിൽപ്പീലി ഇതൊക്കെ നമുക്ക് കടയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയെല്ലാം എല്ലാ കടകളും ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇതാക്കുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല കാറ്റും എല്ലാം ഉണ്ട്. കാരണം മല അടിവാരമാണിത്. നമുക്ക് എന്തുകൊണ്ടും നല്ലൊരു കാറ്റും ഇതെല്ലാം നൽകുന്നൊരു കാലാവസ്ഥയൊക്കെ നൽകുന്നൊരു സ്ഥലമാണ് ഈ വേളിമല എന്ന് പറയുന്നത്. അങ്ങനെ വന്നാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വരേണ്ട ഒരു സ്ഥലമാണിത്. മനസ്സിലായില്ല? ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വരണം.
അത്രക്കും നല്ലൊരു സ്ഥലമാണ്. നമ്മളിപ്പോൾ തിരിച്ച് അമ്പലത്തിൽ കയറാണ്ട് ആ അടിവാരത്തുകൂടി നമുക്ക് ഇതൊക്കെ അമ്പലത്തിൻ്റെ സൈഡുകളാണ് നമ്മൾ കാണുന്നത്. വേറെയും കടകളും ഒക്കെ നമുക്കിവിടെ കാണാം. ഇതെല്ലാം അവിടെ എല്ലാം കൂടി നമ്മൾ നടക്കുകയാണ്. നല്ല കാറ്റുമുണ്ട്. അപ്പം എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടുമോ എന്നറിയില്ല. എന്നാലും ഞാൻ പറയും, നല്ലൊരു സ്ഥലം, നല്ല സമാധാന അന്തരീക്ഷമാണ്. സമാധാനമുള്ള അന്തരീക്ഷം. എന്തുകൊണ്ടും നമുക്ക് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. നമ്മൾ നേരെ നടന്നങ്ങോട്ട് പോവുകയാണ്. തിരിച്ച് പടിഞ്ഞാറേ നടയിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. അവിടെ സൈഡിൽ കൂടി ഞാൻ നേരത്തെ കാണിച്ച വഴിയില്ല, ആ വഴി കൂടി നമുക്ക് കയറിപ്പോകാം. ആ വഴി കൂടി നമ്മൾ കയറിപ്പോരുകയാണ്. ആ വഴി കൂടി നമ്മൾ കുറച്ച് കുത്തനെ ഉള്ള ഒരു കയറ്റം തന്നെയാണ് ഇവിടെ. അങ്ങനെ നമ്മൾ വീണ്ടും പടിഞ്ഞാറ് നടയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് വീഡിയോ. നമ്മൾ വേളിമല കുമാരസ്വാമി ക്ഷേത്രം സന്ദർശിച്ചു, അവിടെ വീഡിയോ എടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അപ്പോൾ ഇത്രയാണ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാമെന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു. ഓക്കെ, ബൈ.